കാലങ്ങളായി CPM ആവർത്തിച്ചു പറഞ്ഞിരുന്ന കള്ളങ്ങൾ പൊളിയുന്നു. ഇന്ന് MV ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രസ്താവനയിലൂടെ CPMന്റെ ഇരട്ട മുഖമാണ് തുറന്നു കാട്ടപ്പെടുന്നത്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരക മന്ദിരം നിർമ്മിച്ച CPM ബോംബ് നിർമ്മാണം പാർട്ടി പ്രവർത്തനമാണ് എന്നാണോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാവുകയാണ്. CPM പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർക്കാണ് സ്മാരകം നിർമ്മിച്ചത്. ഈ മാസം 22-ാം തീയതി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യും. 2015 ജൂൺ 6-ന് പാനൂർ ചെറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിന് ഇടെയാണ് ഷൈജുവും സുബീഷും കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 4 DYFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നും ഇതേക്കുറിച്ച് മറുപടി പറയേണ്ട സാഹചര്യവും ഉത്തരവാദിത്വവും CPMന് ഇല്ല എന്നുമായിരുന്നു. 2 പേർ മരിക്കാനിടയായ സംഭവം പാർട്ടിയുമായി ബന്ധമുള്ളൊരു സംഭവമല്ല. പാർട്ടിയുടെ അറിവോ സമ്മതമോ അക്കാര്യത്തിലില്ല. അവരുടെ 1-ാം ചരമവാർഷികം മുതൽ തന്നെ CPM പ്രദേശത്ത് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് പിരിച്ചാണ് രക്തസാക്ഷി മന്ദിരം നിർമ്മിച്ചത്. മരിച്ച സുബീഷും ഷൈജുവും CPMന്റെ സജീവ പ്രവർത്തകരായിരുന്നു. അന്നത്തെ ബോംബ് സ്ഫോടനത്തിൽ 2 പേർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ 2 പേരുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് P. ജയരാജനാണ് എന്നും പാർട്ടി ഭൂമിയിൽ അടക്കം ചെയ്തത് എന്തിന് എന്ന ചോദ്യവും ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ പല സന്ദർഭങ്ങളിലും ആദ്യം തള്ളിപ്പറഞ്ഞുകൊണ്ട് പിന്നീട് ചേർത്ത് നിർത്തുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രവർത്തകർക്ക് CPM സ്മാരകം നിർമ്മിക്കുന്നതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് K. സുധാകരനും രംഗത്തെത്തി. രക്തസാക്ഷി മന്ദിരം പണിത CPM കേരള സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും സുധാകരൻ ചോദിച്ചു. ലോകത്ത് ഭീകര സംഘടനകളും താലിബാൻകാരുമൊക്കെ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ തന്നെയാണ് കേരളത്തിൽ CPM ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു.